പാടില്ലാത്ത വേഗം അവർക്ക് പ്രശ്നം അതുപോലെ ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടത്. അത് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളടുത്ത് ദേഷ്യപ്പെടും. ഞങ്ങൾ പരാതിക്കാരാണ്. പക്ഷെ ഞങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് നൽകേണ്ട പരിഗണന ഭയങ്കരമായിട്ട് ഞങ്ങളടുത്ത് ദേഷ്യപ്പെട്ടായിരുന്നു. സ്ത്രീകൾ ഇങ്ങനെ എത്ര വലിയ ആളാണെന്ന് ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത വേഗം അവർക്ക് ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ ടെൻഷൻ അങ്ങനെ എല്ലാം കാണും. അത് തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്. ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. ഒരു മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. വിഷമില്ല. ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തോന്ന് ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത വേഗം അവർക്ക് പ്രശ്നം അതുപോലെ കേട്ടാലും 12 കേട്ട് ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചുപോയ എന്റെ സുധിച്ചേട്ടനും ഇല്ല പ്രശ്നം. ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ? CBI-യോ എന്റെ പുറകെ നടക്കാൻ? ഇവനെ ആദ്യം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ? ഇതാണ് ആവിഷ്കാരക്കാരത്തിൽ എന്റെ പുറകെ എന്തിനാണ് ഇവ നടക്കുന്നത്? എന്തായാലും ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളോട് പറഞ്ഞ പറ്റത്തില്ല. രേണുസുതി പറയുന്ന കേസെന്ന് പറഞ്ഞാൽ രേണുസുതി യൂട്യൂബറായിട്ടുള്ള അതുൽ വ്ളോഗിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അതുൽ വ്ളോഗിനെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കുക ഉണ്ടായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനിട്ട ഒരു വീഡിയോയെക്കുറിച്ചൊക്കെ ആയിരുന്നു സംസാരം. ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് അതുലിനെ ഉണ്ടെങ്കിൽ പോലീസുകാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. രേണുവിനെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പരാതി കൊടുത്തവടുത്ത് തന്നെ നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ രേണുസുതി കരഞ്ഞൊക്കെ ഇമോഷണലായിട്ട് അവർ സംസാരിക്കുന്നത്. പോലീസ് തന്നെ ഇങ്ങനെ പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങളാണ് പരാതി കൊടുത്തത്, അതും അതുലിനെതിരെ പരാതി കൊടുത്തു. പക്ഷേ പോലീസാണെങ്കിൽ അതുലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളെ ആണെങ്കിൽ തഴയാണ് ചെയ്തത് എന്നാണ് ഈ ഒരു രേണുസുദീപം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുൽ വ്ളോഗിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം. പുള്ളിക്കാരൻ അവിടെ വിളിച്ച കാര്യത്തിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. താൻ മോശമായിട്ട് രേണുവിനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. രേണു ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും അതിനെ സംസാരിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ മോശമായിട്ടുള്ള രീതിയിൽ രേണുവിനെ പറ്റിയും ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അതുൽ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതുൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാർ മാന്യമായിട്ട് സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല എന്നാണ് അതുൽ പറഞ്ഞിട്ടുള്ളത്. രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് പരാതി കൊടുത്തത്, പക്ഷേ ഞങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞ് രേണു ഉണ്ടെങ്കിൽ അതുലിനെ പോലീസുകാർ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമത്തിലാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടികൾക്കൊന്നും ഇവിടെ നിയമമില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ രീതിയാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാണ് ആദ്യമേ. സോ എന്തായാലും എനിക്ക് പറയാനുള്ളത് രേണു കാണിച്ച കുറേയധികം കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഫുള്ളുണ്ട്. അത് എടുത്തു വെച്ച് ആൾക്കാർ കുറ്റം പറയുന്നത് രേണു ചെയ്തതിൻ്റെ കുറ്റമാണ്, അല്ലാതെ ഉണ്ടാക്കി പറയുന്നതൊന്നും അല്ലല്ലോ. രേണു പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും അതിനെ ചൂണ്ടിക്കാണിക്കും. തെറ്റെന്താണെന്ന് ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. അത് അവരെ കണ്ടൻറ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിനിപ്പം പോലീസ് ചെക്ക് ചെയ്തപ്പോഴും അത് ഓക്കെ, അത് വലിയ മോശമായിട്ടുള്ള രീതിയിൽ രേണുവിനൊന്നും പറഞ്ഞിട്ടുമില്ല, കാര്യമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേനും അവരങ്ങനെ വെറുതെ വിട്ടു. അതിനിങ്ങനത്തുള്ള ഇമോഷണലായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ആരും കൂടെ നിൽക്കണമെന്നില്ല. അത് രേണു മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നടക്കും. അല്ലാതെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വീഡിയോ ഇടുമ്പോഴത്തേന് ഇത് കണ്ടൻറ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ ഞാനും ഇത് എടുത്ത് കണ്ടൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേ കണക്ക് ഇനി ഓരോ വീഡിയോസായിട്ട് ഇനിയും വരുവാണെങ്കിൽ ആ കണ്ടൻറ്റ് ആൾക്കാർ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒന്നും ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രേണുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, അത് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഓരോ വീഡിയോസായിട്ട് ഇടാതിരിക്കും. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോ ഇടുന്നതായിരിക്കും.